പണ്ട് ഒന്നോ രണ്ടോ ചെടി വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ആ ചെടീൻ്റെ കമ്പം കയറി കാണുന്ന ചെടികളൊക്കെ വാങ്ങി അതിങ്ങനെ പിന്നെ കിട്ടണ കമ്പും കിട്ടണ നഴ്സറിയിൽ നിന്നൊക്കെ ചെടികൾ വാങ്ങി മുറ്റത്തിൻ്റെ സൈഡിലും വീടിൻ്റെ ഇറയത്തും രണ്ട് സൈഡിലും ഇങ്ങനെ നിറഞ്ഞ് പിന്നെ അത് സ്ഥലം പോരാതെ വന്നപ്പോൾ പിന്നെ ഇത് മുറ്റത്തിൻ്റെ അത് 1 ലൈനായി 2 ലൈനായി 3 ലൈനായി അങ്ങനെ 4 ലൈനായി. മുറ്റത്തിൻ്റെ ഈ ബാക്ക് ഭാഗം ഫുള്ളായി. അതിങ്ങനെ കഴിഞ്ഞ് പിന്നെ വീടിൻ്റെ മുൻവശത്ത് ഇങ്ങനെ 8 ലൈനായി. വീണ്ടും ഈ ചെടീൻ്റെ കമ്പം ഇങ്ങനെ കയറി ഇങ്ങനെ എവിടുന്ന് കണ്ടാലും ചെടി വാങ്ങലായി. അങ്ങനെ ചെടി വാങ്ങി വീടിൻ്റെ ഈ ഭാഗം ഫുള്ളായി. 2 സൈഡും 8 ലൈന് ആയി. അങ്ങനെ അവിടെയും തികയാതെ വന്നപ്പോൾ പിന്നെ കാർ പോർച്ച് ചെടികൾ കീഴടക്കി. അങ്ങനെ കാർ പോർച്ച് ഇങ്ങനെ ഫുള്ളായി വന്നപ്പോൾ ഓർക്കിഡ് വെക്കാൻ സ്ഥലമില്ലാതായി. അപ്പോൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി. അവിടെ ഫുള്ള് ഓർക്കിഡായി. അങ്ങനെ വീടിൻ്റെ പിൻവശത്തും ഇങ്ങനെ ചെടികൾ ഫുള്ളായി നിറഞ്ഞു. ചെടികൾക്ക് വീണ്ടും സ്ഥലമില്ലാതായി. അതിങ്ങനെ വളർന്ന് കാർ പോർച്ചിൻ്റെ ഈ സൈഡിലെത്തി. അത് ആ ഭ്രാന്ത് പിന്നെയും ഇങ്ങനെ മൂത്ത് വന്ന് പിന്നെയും ചെടികൾ വാങ്ങി ഈ ഗേറ്റിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ ഫുള്ളായി വണ്ടി പോകാൻ പറ്റുന്നിടത്തോളമൊക്കെ വെച്ച്. എന്നിട്ടും ചെടീൻ്റെ ഭ്രാന്ത് തീർന്നില്ല കേട്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് അങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ വെച്ച് ഒരു 10-20 ചട്ടി മുറ്റത്തിൻ്റെ ഈ സൈഡിക്കും കൊടുന്ന് വെച്ചു. അപ്പോൾ നമുക്ക് പച്ചക്കറി ഉണ്ടാക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ ഈ സൈഡ് പിന്നെ ചീരാണ്ട് കൈയടക്കി കേട്ടോ. ഇങ്ങനെ ഇവിടെ ചീര, വഴുതനങ്ങ, കുക്കുംബർ അങ്ങനെ ആ ഒരു സാധനം അങ്ങനെയൊക്കെ അവർ ഈ ഒക്കെ കൈയടക്കി വന്നപ്പോൾ നമ്മളെ ഈ തെച്ചിപ്പൂ ഇവിടെ ഇതിൻ്റെ വഴുതനങ്ങൻ്റെ ഇടയിൽ പെട്ടു. എല്ലാവരും ഇങ്ങനെ ചോദിക്കുകയാണ് എനിക്ക് ഈ ചെടീൻ്റെ ഈ ഭ്രാന്ത് എന്നാ നിൽക്കുകയെന്ന്. അത് ഇന്നോ നാളെ ഒന്നും പറയാൻ എനിക്ക് സാധിക്കില്ല. പിന്നെയും ചെടി ഉണ്ടാക്കി മുറ്റത്തിൻ്റെ ഈ ഭാഗത്ത് പച്ചക്കറി ഉണ്ടാക്കേണ്ട ഭാഗത്തൊക്കെ ചെടി സ്ഥലം കൈയടക്കി. അങ്ങനെ എല്ലാ ഭാഗത്തും ചെടികൾ വന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആമ്പൽക്കുളമായി. ആമ്പൽക്കുളത്തിൽ ഫുള്ള് ചെടിയായി. അവിടുന്ന് ഈ ഭാഗത്ത് ഇതിലും ആമ്പൽക്കുളമായി.